ഇപ്പോൾ ചില ആൾക്കാർ ഇപ്പോൾ ഡോക്ടേഴ്സൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇത് എല്ലാവർക്കും ചിലപ്പോൾ വർക്ക് ആവണം എന്നില്ല എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ അതെന്താ അപ്പം അങ്ങനെ? വൺനെസ് ഈ ഭയങ്കര ബ്രോഡ് അല്ലാണ്ട് സ്പെസിഫിക്കലി പറഞ്ഞാൽ ആദ്യം ഏത് കണ്ടീഷനാണ് ചെയ്യുന്നതെന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. സെക്കൻഡ് ഇസ് അവർക്കിപ്പോൾ ഒരു ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ആണെങ്കിൽ സ്റ്റേജ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് തേർഡ് ഇസ് ദ സെൻറ്റർ ആൻഡ് ദ എക്സ്പീരിയൻസ് ഓഫ് ദ ഡോക്ടർ. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ചെയ്യുന്നത് ഒത്തൻറ്റിക് റീജനറേറ്റീവ് മെഡിസിൻ ആണോ എന്ന് ആദ്യം അറിയണം. ഇതിൽ ഏത് ടൈപ്പാണ് ചെയ്യേണ്ടതെന്ന് അറിയണം. റീജനറേറ്റീവ് മെഡിസിൻ എന്ന് പറഞ്ഞാൽ കൂടുതൽ പേരെന്താ വിചാരിക്കുന്നത് PRP എന്നാണ്. ഇറ്റ് ഈസ് ദ ലീസ്റ്റ്, ഏറ്റവും താഴെക്കിടയിലുള്ള സ്റ്റാർട്ടിങ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് PRP എന്ന് പറയുന്നത്. അത് ചെയ്താൽ ചിലപ്പോൾ റിസൾട്ട് ഉണ്ടാവണം എന്നില്ല. ഇനി അതിൽ തന്നെ പറയുകയാണെങ്കിൽ എത്ര സെല്ല് നമ്മൾ ഇഞ്ചെക്ട് ചെയ്യണം, എത്ര വോളിയം ചെയ്യണം, ഇതെവിടെ ചെയ്യണം, ഇതെല്ലാം ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും റിസൾട്ട്. ഇനി ഇതെല്ലാം നമ്മൾ ക്രൈറ്റീരിയ എല്ലാം ഫുൾഫിൽ ചെയ്താലും 10 to 20% ആൾക്കാർക്ക് അത് റെസ്പോണ്ട് ചെയ്യണം എന്നില്ല. സിംപ്ലി ബിക്കോസ് ഇത് വേറെ ആരുടെയും സെൽസോ അല്ലെങ്കിൽ അവരുടെ ഒന്നും സ്റ്റെം സെല്ലല്ല, പേഷ്യൻ്റെ തന്നെയാണ്. സംടൈംസ് ഇറ്റ് വിൽ നോട്ട് റെസ്പോണ്ട്. ദാറ്റ് ഈസ് വെരി ഫ്യൂ. വെരി ഫ്യൂ മീൻസ് ലെസ് ദാൻ 10 to 20% എന്ന് വേണമെങ്കിൽ പറയാം. ആണ് അതിനുള്ള റീസൺ.